ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. നമുക്കറിയാം, ഇന്നത്തെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഡിജിറ്റൽ ബിസിനസ്സുകളുടെ ഒരു ബൂമിംഗ് ടൈമാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കയറ്റ് വരുന്ന ഒരു പുതിയൊരു വാക്കാണ് 3D എന്ന് പറയുന്നത്. 3D എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസൈനേഴ്സിൻ്റെ ഇടയിൽ ആദ്യം ഓടിയെത്തുന്നത് 3D ഗ്രാഫിക്സും അല്ലെങ്കിൽ 3D ഡിസൈൻസ് ഒക്കെയാണ്. പക്ഷേ ആ 3D അല്ല നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 3D മീൻസ് D എന്ന് പറയുന്ന ലെറ്ററിനെ 3 പ്രാവശ്യം എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3D എന്താണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു ഡിസൈനേഴ്സ് ചാനലിൽ ചർച്ച ചെയ്യാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ഡിജിറ്റൽ ബിസിനസ്സുകളുടെ ഒരു കാലഘട്ടത്തിൽ ഡിസൈനേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുടെ പ്രാധാന്യം വളരെ 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 വലുതാണ്. ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ഒരു 3Dയുടെ ഒരു വീഡിയോ ഇന്ന് ചെയ്യാൻ കാരണം ഈ 3D എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോ ഡിസൈനേഴ്സിനും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന അതിൻ്റെ ഒരു സാധ്യതകൾ, വളരെ ഡീപ്പായിട്ടുള്ള സാധ്യതകൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു ടൈമാണ് നമ്മുടെ ഈ ഒരു ടൈം, പ്രത്യേകിച്ചും ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഈ 3Dയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സുകളെ, നമ്മുടെ ഇന്നത്തെ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ നടത്തുന്ന ഒരു ബിസിനസ് മേഖലയെക്കുറിച്ച് നമ്മളൊരു സ്റ്റഡി നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും ഡിജിറ്റൽ അഥവാ ഓൺലൈൻ ബിസിനസ്സുകളാണ് നടക്കുന്നത്. അതിനെ ഓൺലൈൻ ബിസിനസ്സിനെ തന്നെ രണ്ടായിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ഇന്നത്തെ ഒരു മീഡിയ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ ഒരു സൈഡ് എന്ന് പറയുന്നത് വെബ്സൈറ്റുകളുടെ സഹായത്തോടും മറ്റൊന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടിയാണ്. നമുക്കറിയാം, വെബ്സൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വെബ്സൈറ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ആമസോൺ ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന കാര്യങ്ങൾ നമ്മളിന്ന് ലോകത്ത് ഓവറോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ബിസിനസ് നടക്കുന്നത് ആമസോൺ പോലെയൊക്കെയുള്ള വലിയ വലിയ ഓൺലൈൻ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. അതേപോലെ തന്നെ എല്ലാ വെബ്സൈറ്റുകൾക്കും അതിന് ആനുപാതികമായിട്ടുള്ള ആപ്ലിക്കേഷനുകളും ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ട്വിറ്റർ ഇതുപോലുള്ള ആപ്ലിക്കേഷൻസുകൾ എടുത്തു നോക്കിയാൽ അതിലൂടെയൊക്കെ തന്നെ ലോകത്ത് കോടാനുകോടി രൂപകളുടെ ബിസിനസ്സുകളാണ് ഡെയിലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലോകത്തിൽ ഓൺലൈൻ ബിസിനസ്സിൻ്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ അതിൻ്റെ നെസസിറ്റി വളരെ വളരെ വർദ്ധിച്ചു കഴിഞ്ഞു. ഇനി ഇത് വർദ്ധിച്ചു വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച് പറയാൻ കാരണം, അല്ലെങ്കിൽ 3Dയെ കുറിച്ച് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ 3Dയിൽ ഈ ഡികളിൽ ഓരോ ഡികളായിട്ട് നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഫസ്റ്റ് ഡി മീൻസ് ഡിസൈൻ ആണ്, രണ്ടാമത്തെ ഡി നോക്കിക്കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റും, മൂന്നാമത്തെ ഡി ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ലോകത്തിലെ ഏറ്റവും ബൂമായിട്ടുള്ള ബിസിനസ്സുകളിലേക്ക് നമ്മളിപ്പോഴും ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഏറ്റവും നല്ല മികച്ച ആശയങ്ങളെ, അതായത് നല്ല ഐഡിയകളെ മികച്ച രീതിയിൽ ഒരു യൂസർക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് എസ്തെറ്റിക് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു UI/UX എന്ന് പറയുന്ന ഒരു ഡിസൈൻ വിഭാഗക്കാരാണ് ഈ പറഞ്ഞ ഓരോ ഡിജിറ്റൽ ആപ്ലിക്കേഷൻസുകളും. അത് വെബ്സൈറ്റ് ആയിരുന്നാലും മൊബൈൽ ആപ്ലിക്കേഷൻസ് ആയാലും എല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ലോകത്തിൻ്റെ പല മൂലയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ, അതായത് UI/UX ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയുടെ പ്രാധാന്യം വർദ്ധിച്ച് വരുന്നത്. ഇതുപോലുള്ള ഏത് വെബ്സൈറ്റുകളായിക്കോട്ടെ, ഏത് മൊബൈൽ ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചിന്തിക്കുക, ഇത് ഇൻഡസ്ട്രിയിലുള്ളവരായാലും അല്ലാത്തവരായാലും ചിന്തിക്കുക, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഡിസൈനേഴ്സാണ്, UI/UX ഡിസൈനേഴ്സാണ് നമ്മൾ ഈ കാണുന്ന ഈ ഫേമസ് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും വെബ്സൈറ്റും എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നത്. ഓക്കെ, ആ ഡിസൈൻ ചെയ്ത കാര്യങ്ങളെ, ആ ഡിസൈൻ ചെയ്ത പ്രോഡക്റ്റിനെ ഡെവലപ്മെൻറ്റ് സൈഡിൽ വന്ന് നല്ല മികച്ച രീതിയിലുള്ള പ്രോഗ്രാമിംഗ് സൈഡ്, അതായത് ഡെവലപ്മെൻറ്റ് സൈഡും ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രോഡക്റ്റിനെ, ഡിസൈനെ നമുക്കൊരു ഡെവലപ്പ് ചെയ്ത് ഒരു റിയൽ പ്രോഡക്റ്റ് ആക്കിയിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഡിസൈൻ പ്ലസ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് വളരെ പ്രാധാന്യമായി. ഇനി ഇത് ഡെവലപ്പ് ചെയ്ത് പുറത്തിറങ്ങിയാൽ തന്നെ ആ പ്രോഡക്റ്റിനെ ലോകത്തിൻ്റെ മുമ്പിൽ കൊണ്ട് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഇന്നത്തെ ഏറ്റവും മികച്ച മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയാണ്. അപ്പോൾ ഈ ഒരു 3D എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈനേഴ്സിൻ്റെ ഇടയിലും ഡെവലപ്പേഴ്സിൻ്റെ ഇടയിലും ഡിജിറ്റൽ മാർക്കറ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി, അല്ലെങ്കിൽ അവരുടെ ജോലി സാധ്യത വളരെ ബൂം ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു ടൈമാണ് ഇത് എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ, അതായത് ഒരു 3D ഇക്വേഷൻ നമ്മൾ നമ്മുടെ മനസ്സിൽ പതിപ്പിക്കുക, ഇതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കുക, ഇന്നത്തെ കാലത്ത് ഇതിൻ്റെ വാല്യൂ, ഇതിൻ്റെ ഒരു ആവശ്യകത എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ തന്നെ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കി അതിലേക്ക് മാറിപ്പറ്റുക. അതാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും നല്ല ഡിസൈനേഴ്സ് എന്ന നിലയിൽ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ഡിസൈൻ ചാനലിൽ എപ്പോഴും പറയുന്നത്, ഈ ഡിജിറ്റൽ ഡിസൈൻസിലേക്കുള്ള നിങ്ങളുടെ ഒരു കൺവേർഷൻ്റെ ടൈം വളരെയേറെ അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലുള്ള ഓൾമോസ്റ്റ് ഓൺലൈൻ ബിസിനസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്കറിയാം, വെബ്സൈറ്റുകളും ആപ്ലിക്കേഷനും ഇല്ലാതെ ഒരു ബിസിനസ്സും നമ്മുടെ നാട്ടിലില്ല എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കേണ്ടത്, ഇതുപോലുള്ള കാര്യങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചു വരുന്നു. സോ ഡിസൈൻ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, ഡിജിറ്റൽ ഡിസൈൻ്റെ കാര്യമാണ് നമ്മൾ കൂടുതൽ പറയുന്നത്. ഡിജിറ്റൽ ഡിസൈൻ
ഡിസൈൻ മേഖലയിലേക്ക് തന്നെ കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുക. കൂടുതലായിട്ട് വെബ്സൈറ്റുകളും പുതിയതായിട്ട് ആപ്ലിക്കേഷൻസുകളും ഒക്കെ തന്നെ ചെയ്യുന്നതിലുള്ള നിങ്ങളുടെ ഡിസൈൻ പ്രാവീണ്യം വർദ്ധിപ്പിച്ചെടുക്കുക. അത് നമ്മുടെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലും ഈ ലോകത്തിനെ തന്നെ നയിക്കാൻ പോകുന്നത് ഏറ്റവും മികച്ച ഓൺലൈൻ ബിസിനസ് പ്ലാറ്റ്ഫോമുകളായിരിക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. ഈ ഒരു ഓൺലൈൻ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു ഡിജിറ്റൽ ബിസിനസ് ലോകത്തേക്ക് നമുക്ക് ഡിസൈനേഴ്സിനും വളരെ ടോപ്പായിട്ടുള്ള സ്ഥാനമുണ്ട്. നമ്മളും അവരുടെ ഇടയിൽ ആ ഒരു ഓൺലൈൻ ബിസിനസ്സിൻ്റെ ഇടയിൽ തനതായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും പുതിയ പുതിയ ഐഡിയാസുകളെ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാം. ഈ ഉണ്ടാക്കുന്ന ഐഡിയാസുകളൊക്കെ തന്നെ വളരെ UX പ്രിൻസിപ്പിൾസ് അനുസരിച്ച് അതിനൊരു പ്രോഡക്റ്റായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. അത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്ത് ലോകത്തിന് മുമ്പിൽ തന്നെ കൊണ്ടുവരാം. സോ ഡിസൈനേഴ്സ്, UX ഡിസൈനിങ്ങിൻ്റെ പ്രാധാന്യം ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. ഡിസൈനേഴ്സ് എന്നുള്ളത് ഈ 3D എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഡിജിറ്റൽ മേഖലയിലുള്ള ആൾക്കാർക്കും ഇതൊരു നല്ലൊരു ഇൻഫർമേഷൻ ആക്കി എടുക്കണം. കാര്യം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വരാൻ പോകുന്ന ഒരു ബിസിനസ് ലോകത്തെക്കുറിച്ചാണ്, ഒരു ഓൺലൈൻ ബിസിനസ് ലോകത്തിനെ കുറിച്ചാണ്. ഓക്കെ ഡിസൈനേഴ്സ്, അപ്പോൾ ഈ 3Dയിൽ നമ്മുടെ ഒരു ഭാഗമെന്ന നിലയിൽ നിങ്ങൾ ഡിസൈനേഴ്സ് ഇപ്പോൾ തന്നെ ഡിജിറ്റൽ ഡിസൈൻ മേഖലയെക്കുറിച്ച് കൂടുതലായിട്ട് ആലോചിച്ചുകൊണ്ടെങ്കിലുള്ള അതിമനോഹരമായിട്ടുള്ള രീതിയിലുള്ള നല്ല നല്ല ഐഡിയകളും അതുപോലെ തന്നെ നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിസൈൻസുകളും നല്ല രീതിയിലുള്ള വെബ്സൈറ്റും മൊബൈൽ ആപ്ലിക്കേഷനും എന്ന് വേണ്ട ഡിജിറ്റൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്ത് ഡിസൈൻസ് പ്രോഡക്റ്റുകൾ നമ്മുടെ ലോകത്ത് നിന്ന് യൂസ് ചെയ്യുന്നോ അതെല്ലാം ഡിസൈൻ ചെയ്യാനുള്ള നല്ലൊരു കേപ്പബിലിറ്റി, നല്ലൊരു നോളജ് നിങ്ങൾ മാക്സിമം ഡെവലപ്പ് ചെയ്തെടുത്തോളുക. ഓക്കെ ഡിസൈനർ, ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഒന്ന് ദയവായി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.